നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമോ വരില്ലേ എന്നൊരു ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവമാകുമ്പോൾ തന്നെ രാഹുൽ സ്വതന്ത്രനായി പാലക്കാട് നിന്നാൽ വിജയമുറപ്പ് എന്ന മട്ടിലെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. രാഹുലിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച പാലക്കാട് തന്നെ നിർത്താൻ ഉള്ളൊരു നീക്കം കോൺഗ്രസ് പാർട്ടി ചെയ്യില്ല എന്ന് ഉറപ്പിക്കുന്ന മട്ടിലാണ് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നടൻ രമേശ് പിഷാരടി മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. രമേശ് പിഷാരടിക്ക് രാഹുൽ മാങ്കൂട്ടം നേടിയതിനേക്കാൾ വിജയം അല്ലെങ്കിൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം നേടാൻ സാധിക്കുമോ എന്നടക്കമുള്ള ചോദ്യമുണ്ട്. രമേശ് പിഷാരടിയെയും പിഷാരടികളുടെ ഹാസ്യങ്ങളുടെയും ഒക്കെ തന്നെ ആരാധകരുണ്ടെങ്കിലും രമേശ് പിഷാരടിക്ക് എത്രത്തോളം സമൂഹത്തിൽ ഇറങ്ങി നിന്ന് ഒരു MLA ആയാൽ ചെയ്യാൻ കഴിയും എന്നുള്ള സംശയങ്ങൾ പലർക്കുമുണ്ട്. രമേശ് പിഷാരടി സംസാരിക്കാനും ജനങ്ങളെ കയ്യിലെടുക്കാനും മിടുക്കൻ തന്നെയാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത്രയും ഇല്ലെങ്കിൽ പോലും എന്നാൽ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു വിടവ് അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടം ഇടുന്ന പോസ്റ്റിൽ പോലും ഉണ്ട് ശക്തമായ ഒരു തീ. അതേ രാഹുൽ മാങ്കൂട്ടം പോസ്റ്റിൽ നിന്ന് ഒതുങ്ങി നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരുപക്ഷെ സമര വീര്യങ്ങൾക്കൊക്കെ തന്നെ മുൻകൈ എടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു നേതൃത്വം നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ല രീതിയിൽ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെത് പ്രകടമായി തന്നെ വ്യക്തമാക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും വീണ ജോർജ് ആ ഒരു നാടകം കളിച്ചതുകൊണ്ട് എങ്കിലും കോൺഗ്രസിന്റെ ആ ഒരു പ്രതിഷേധം ജനങ്ങൾ നാലാള് ശ്രദ്ധിച്ചു എന്ന് പലരും പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്നിരുന്നുവെങ്കിൽ അത് അത്രയും നല്ലത് കോൺഗ്രസിന് തന്നെയാണ്. രാഹുൽ എത്ര ദിവസമാണോ പുറത്തു നിൽക്കുന്നത് അത്രയും ദിവസം അത് ബാധിക്കാൻ പോകുന്നതും കോൺഗ്രസിനെ തന്നെയാണ് എന്നും രമേശ് പിഷാരടി നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സീറ്റ് അത് കവർ ചെയ്യാൻ സാധിക്കുമോ എന്ന പല ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും രമേശ് പിഷാരടി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ 50 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന കമ്മിറ്റി ഹൈക്കമാൻഡ് സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറിയിട്ടുണ്ട്. ഇതിൽ പാലക്കാട് നിന്ന് രമേശ് പിഷാരടിയുടെ പേര് മാത്രമാണുള്ളതെന്നാണ് റിപ്പോർട്ട്. പാലക്കാട് സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിലധികം ബലാത്സംഗ കേസുകളിൽ പ്രതിയായതിന് പിന്നാലെയാണ് രമേശ് പിഷാരടിക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. 40 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഒരൊറ്റയാളെ മാത്രമാണ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ മുരളീധരനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂരും TN പ്രതാപൻ മണലൂരും മത്സരിക്കുമെന്നും സൂചനകളുണ്ട്. പാലക്കാടും തൃപ്പൂണിത്തുറയിലും മാത്രമാണ് സിറ്റിംഗ് MLA-മാർ മത്സരരംഗത്ത് ഇല്ലാതെയുള്ളൂ. വൈക്കത്ത് സണ്ണിയെ മത്സരിപ്പിക്കാനുള്ള നീക്കവും ആലോചനയിലുണ്ട്. എന്തായാലും ഈ കോൺഗ്രസിലെ തമ്മിലടിയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസ് നന്നായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഈ ഒരു മത്സരം അത് സുഖകരമായി തന്നെ ജയിച്ചു കയറാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് അവസാന നിമിഷം കൊണ്ട് കലമുടയ്ക്കുമോ എന്ന സംശയവും പലർക്കുമുണ്ട്. കാത്തിരുന്നു കാണാം എങ്ങനെയൊക്കെയായിരിക്കും മാറി മറിയാൻ പോവുക എന്നത്.